ഏരിയസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് കാണാം. അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് ഹായ് കാണിച്ച്. അപ്പോൾ നമ്മളെ ട്രിപ്പിൽ നമ്മളെ കൂടെ ഇന്ന് ഇക്കടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ പോകുന്നത് ജബൽ ജയ്സിലേക്കാണ്. നമ്മളിവിടെ ഞാനും അതിനും ഇതുവരെ പോയിട്ടില്ല. ഇക്ക മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. മോർണിംഗ് ഒരു 10 o'clock ഒരു 9:30 ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ പോയാൽ ചൂടായിരിക്കും എന്ന് തന്നെ ആയിരുന്നു പ്രതീക്ഷ. എന്നാലും ഒന്ന് പോവാം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺഡേ ആണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നില്ല. അവസാനം നമ്മൾ ദുബായ് ഷാർജയൊക്കെ കഴിഞ്ഞു മരുഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളൊന്നും കാണാനില്ല. ഇപ്പോൾ 2 സൈഡും മരുഭൂമി മാത്രമാണ്. ഇടയ്ക്ക് ക്യാമൽസിനെയും മാട്ടിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജബൽ ജയ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UAEയുടെ ഹൈയസ്റ്റ് പീക്കാണ് ജബൽ ജയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം. പിന്നെ നമ്മൾ നോർമലി സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂട് നല്ല വെയിലുണ്ടെങ്കിലും ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ വിൻ്റർ സീസൺ, ഐ മീൻ ഒക്ടോബർ ടു ഏപ്രിൽ വരെയൊക്കെ നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. പല ക്യാമ്പിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ യാതൊന്നുമില്ല. നമ്മൾ പോകുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഒരുപാട് കഫറ്റീരിയസും റെസ്റ്റോറൻറ്റൊക്കെ കൊണ്ട് എല്ലാം തന്നെയും ക്ലോസ്ഡ് ആണ്. ഐ തിങ്ക് ഇപ്പോൾ അങ്ങനെ ആരും വരാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈവനിങ് ടൈമിലായിരിക്കും വരും. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട്, കാണാനും ഒക്കെ വരുന്നുണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സർട്ടിഫൈ ചെയ്ത ഇവിടുത്തെ ജബൽ ജയ്സിലെ ഒരു അഡ്വഞ്ചറാണ് സിപ്പ് ലൈൻ. അത് ഈ മൗണ്ടൻസിൻ്റെ ലാൻഡിൻ്റെയും മുകളിലൂടെ ഇങ്ങനെ നമുക്ക് എല്ലാം കണ്ടിങ്ങനെ പോകാൻ പറ്റുന്നൊരു സംഭവം. നമ്മളൊക്കെ ചെന്നപ്പോൾ അതില്ലായിരുന്നു. അതൊക്കെ സീസൺ ടൈമിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1934 മീറ്റേഴ്സാണ് ജബൽ ജയ്സ് സീ ലെവലിൽ നിന്ന് ഉള്ള ഹൈറ്റ്. ഓൾമോസ്റ്റ് 7,000 ഇയേഴ്സ് മുന്നേ ഉള്ള ദുബായിയുടെ ഹിസ്റ്ററിയാണ് ജബൽ ജയ്സ് എന്ന മൗണ്ടൻസ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നാണ് പറയുന്നത്. അത്രയും വർഷം പഴക്കമുണ്ട്. റാസൽ ഖൈമ എന്ന് പറയുന്ന എമിറേറ്റ്സിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ജബൽ ജയ്സ് എന്ന് പറയുന്ന അറബ് വേർഡിൻ്റെ മീനിങ് ടോപ്പ് ഓഫ് ദ ടെൻ, ദാറ്റ് മീൻസ് ഹയസ്റ്റ് പീക്ക് എന്ന് തന്നെയാണ് അർത്ഥം. ഈ മലകൾക്കപ്പുറം കാണുന്ന കൺട്രി എന്ന് പറയുമ്പോൾ ഒമാനാണ്. ഇവിടെ മുന്നേ കടലായിരുന്ന സ്ഥലമാണ്. കടൽ ഇറങ്ങിപ്പോയ സ്ഥലത്താണ് ഇപ്പോൾ ഈ മലകൾ പോലെ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. അത് ഹിസ്റ്ററിയിലൊന്നും തെളിയിച്ചിട്ടുള്ള കാര്യമല്ല, പക്ഷെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. മുന്നേ കടലായിരുന്ന സ്ഥലം കടൽ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കാണ് ഈ ഒരു ഇത് കാണുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു മൗണ്ടൻസ് പോലെയല്ല, ഫുള്ളി റോക്കാണ്. എന്നാലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് എടുത്ത വ്യൂ ആണിത്. ഇതിന് മുകളിലേക്ക് അലൗഡ് അല്ല, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ടേൺ എടുത്ത് തിരിച്ചു പോകാനാണ് ഉണ്ടായത്. അപ്പം നമ്മൾ പുറത്തിറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചു വിട്ടു. അപ്പോൾ അതേപോലെ 1 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ റാസൽ ഖൈമയിലുള്ള ബൈത്തൽ മന്തി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മന്തി റെസ്റ്റോറൻറ്റാണിത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ UAEയിൽ വന്നിട്ട് ഈ മജ്ലിസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിനൂന് ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ഇതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതെ അതിന് വന്ന വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു തറയിലൊക്കെ ഇരുന്നിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോയത്. ഈ ചൂട് മാറിയാൽ മാത്രമേ എന്തായാലും ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോയിട്ടൊക്കെ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ നമ്മൾ ഇതാ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ സൂപ്പാണ് കൊണ്ടുവന്നത്, മട്ടൺ സൂപ്പ്. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മന്തി, നമ്മൾ 2 ടൈപ്പ് ഓഫ് മന്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വരാൻ കുറച്ച് വൈകി. അങ്ങനെ ഫുഡ് വരാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. ഒരാൾ ഉറക്കമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് വന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.